AKG സഹകരണ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നാളെ നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ആശുപത്രി പ്രസിഡന്റ് പി. പുരുഷോത്തമൻ പറഞ്ഞു. 22 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആശുപത്രിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കോംപ്ലക്സ്, ആധുനീകരിച്ച ഫാർമസി, എക്സിക്യൂട്ടീവ് മുറികൾ, ടോക്കൺ ബുക്കിംഗ്, മൊബൈൽ ആപ്പ് എന്നിവയുടെ ഉദ്ഘാടനമാണ് ഡിസംബർ 25 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുന്നത്. ചടങ്ങിൽ KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. ലാഭത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 3 വർഷമാണ്. മെമ്പർമാർക്ക് ചികിത്സ ഇളവുണ്ട്. അവിടെ കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയുടെ അംഗങ്ങൾക്ക് 10% ഇളവ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. BPL കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ 5% മുതൽ 10% വരെ ഇളവ് ഇപ്പോൾ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പുറത്ത് ഏറ്റവും പാവപ്പെട്ടവർ ചിലപ്പോൾ BPL ആയിരിക്കില്ല, സാങ്കേതികമായി ഒരുപക്ഷെ നാട്ടുകാർ ചികിത്സാ കമ്മിറ്റിയിൽ ഉണ്ടാക്കി പിരിവെടുത്ത് ചികിത്സ നടത്തുന്ന ധാരാളം കേസ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നല്ലപോലെ സഹായിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു പുവർ ഫണ്ട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ സഹായം അവരുടെ പൊതുനില കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 4 കോടി രൂപയുടെ ഇളവ് ഈ പറയുന്ന വിവിധ ഇനങ്ങളിലായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 കോടി രൂപേൻ്റെ ഇളവ് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകി വരുന്ന ജനകീയ സഹകരണ സ്ഥാപനമാണ് AKG ആശുപത്രി. ജില്ലയിൽ അടുത്തിടെ വന്ന കോർപ്പറേറ്റ് ആശുപത്രികൾ AKG ആശുപത്രിക്ക് ഭീഷണിയല്ലെന്നും ആശുപത്രി പ്രസിഡന്റ് P. പുരുഷോത്തമൻ പറഞ്ഞു. 22 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആശുപത്രിയിലുണ്ട്. കാലോചിതമായി വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളിലൂടെ വികസനത്തിന്റെ പാതയിലാണ് ആശുപത്രിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് KN മോഹനൻ നമ്പ്യാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ബാലകൃഷ്ണ പൊതുവാൾ, N. അനിൽകുമാർ, K. വികാസ് തുടങ്ങിയവർ പങ്കെടുത്തു.